റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചുവിറ്റ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 175 ഏക്കർ ഭൂമി മറിച്ചുവിറ്റ് 313 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ബി.പി.എൽ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറിച്ചുവിറ്റത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകൻ കെ.എൻ. ജഗദീഷ് കുമാർ. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്ക് പിന്നാലെ കൊല്ലുമെന്ന ഭീഷണിയുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. വിവരങ്ങളുമായി ടി വി പ്രസാദും ആർ ഒ ഷിപാലും സായികുമാറുമുണ്ട്. ആദ്യം ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, ഇതൊരു വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തുവരുന്നത്? 500 കോടി ചെറിയ കണക്കല്ല. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെതിരെ നൽകിയിരിക്കുന്ന പരാതി എന്താണ് പ്രസാദ്? ഏറ്റവും വലിയ ഒരു ഭൂമി കുംഭകോണത്തിന്റെ പരാതിയാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സ്മൃതി, ഇത് കർണാടകയിലാണ്. കർണാടകയിൽ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ബി.പി.എൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡാണ് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, ഫാക്ടറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വിവിധ കമ്പനികൾക്ക് ഭൂമി അനുവദിച്ച് നൽകുന്നത്. ഇത് സർക്കാർ പാട്ടത്തിന് കൊടുക്കുന്ന ഭൂമിയാണ്. കർഷകരിൽ നിന്ന് ഭൂമി വാങ്ങിക്കൊണ്ട് അത് കമ്പനികൾക്ക് കൈമാറും. കമ്പനികൾക്ക് കൈമാറിയതിന് ശേഷം അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കളർ ടെലിവിഷൻ യൂണിറ്റുകൾ, അതുപോലെ ട്യൂബുകൾ, ബാറ്ററി തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് 175 ഏക്കർ ഭൂമി സർക്കാരിൽ നിന്ന് ബി.പി.എൽ കമ്പനി അന്ന് പാട്ടത്തിലെടുക്കുന്നത്. അത് പാട്ടത്തിലെടുക്കുന്ന കാലഘട്ടം 1999-ലാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഈ കമ്പനികൾ ഫാക്ടറി തുടങ്ങിയതേയില്ല എന്നുള്ളതാണ്. പിന്നീടാണ് വലിയ അട്ടിമറി അതിൽ നടക്കുന്നത്. 1.1 ലക്ഷം രൂപ മാത്രം കൊടുത്ത് കർഷകരിൽ നിന്ന് വാങ്ങിയ ഒരേക്കർ ഭൂമി കോടികൾ വിലയുള്ള ഭൂമിയാക്കി മറിച്ചു വിൽക്കുകയായിരുന്നു, ഒന്നും തുടങ്ങാതെ. 2011 മാരുതി സുസുക്കിക്ക് മാത്രം 87 ഏക്കർ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി മറിച്ചു വിറ്റതെന്ന് പരാതിയിൽ പറയുന്നു. ആകെ 275 കോടി രൂപയുടെ ഇടപാടാണ് അതിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജിൻഡാൽ കമ്പനിക്ക് 33.5 കോടി രൂപയുടെ ഭൂമി നൽകിയിരിക്കുന്നത് ആകെ 25 ഏക്കർ ആണെന്നാണ് അഭിഭാഷകൻ കൊടുത്ത പരാതിയിൽ ഡോക്യുമെന്റ് സഹിതം അവർ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ചെറിയ ഇടപാടുകളിലായി അങ്ങനെ ആകെ 313.9 കോടി രൂപയുടെ സർക്കാർ ഭൂമി, പാട്ടത്തിന് കിട്ടിയ സർക്കാർ ഭൂമി ഇപ്പോഴത്തെ സംസ്ഥാന ബി.ജെ.പിയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി മറിച്ചു വിറ്റു എന്ന ഗുരുതരമായ പരാതിയാണ് ഉയർത്തുന്നത്. ഈ പരാതി കർണാടക മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം CBIക്ക്, ചീഫ് ജസ്റ്റിസിന്, ED ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസിക്കും കൈമാറിയിട്ടുണ്ട്. പരാതിക്കാരന്റെ ആവശ്യം ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം എന്നാണ്. കർണാടകയിൽ നാം മനസ്സിലാക്കുന്നത് പോലെ വലിയ ഭൂമി കുംഭകോണം നേരത്തെ BJP ഉള്ള സമയത്ത് നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം 313.9 കോടി രൂപയുടെ ഭൂമി കുംഭകോണമാണ്. അത് നിലവിൽ വന്ന പുറത്തു വന്ന കണക്ക് മാത്രമാണ്. പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ 300 കോടിയിലധികം, അല്ലേ? കൃത്യമായൊരു കണക്ക് നമുക്ക് കണ്ടുപിടിക്കാനാകുന്നുണ്ടോ പ്രസാദ്? അതായത് 500 കോടി എന്ന് പരാതിക്കാരൻ പറയുന്നത് അതൊരു ഏകദേശ കണക്കാണ്. ഇത് കണക്ക് കൂട്ടി നോക്കിയാൽ സ്മൃതി 500 കോടി മതിയാവില്ല. കാരണം ആകെ 175 ഏക്കർ ഭൂമി അവർക്ക് കൊടുക്കുന്നു, ഒരു പാട്ടത്തിന് കൊടുക്കുന്നു. അതിൽ 85 ഏക്കർ മാരുതിക്ക് വിൽക്കുമ്പോൾ തന്നെ 275 കോടി രൂപ കിട്ടുന്നുണ്ട്. ഇവർക്കാകെ 175 ഏക്കറാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തന്നെ 550 കോടിയിലധികം രൂപ മതി. നമ്മുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം ഇപ്പോൾ 313.9 കോടി രൂപയുടെ ഭൂമി
മറിച്ചു വിറ്റു എന്നതിൻ്റെ രേഖകളാണ് കയ്യിലുള്ളത്. ഇനി കൂടുതൽ രേഖകൾ അഭിഭാഷകന്റെ കയ്യിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ അഭിഭാഷകൻ തന്റെ പരാതിയിൽ വ്യക്തമായി പറയുന്നത് അത് 500 കോടി രൂപയുടെ തട്ടിപ്പാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 500 കോടിയിലും നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതായത് അങ്ങനെയെങ്കിൽ സ്മൃതി, ഈ ഗുരുതരമായ ഒരു സംഭവമുള്ളത് അന്നത്തെ BJP സർക്കാരിലെ മന്ത്രിയുമായി ചേർന്നുള്ള ഒരു വലിയ കുംഭകോണമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. ആ സമയത്ത് കർണാടകയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നാലെ BJPയുടെ രാജ്യസഭ അംഗമായി മാറിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്കറിയാം. രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിക്ക് വേണ്ടി കർഷകരിൽ നിന്ന് ചെറിയ വില കൊടുത്ത് സർക്കാർ വാങ്ങിയ ഭൂമിയാണ് കോടികൾക്ക് മറിച്ചു വിറ്റത്. പാട്ടത്തിന് കിട്ടിയ ഭൂമി നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാനെന്ന് പറഞ്ഞു വാങ്ങി സർക്കാരിനെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച് യഥാർത്ഥത്തിൽ മറിച്ചു വിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഫാക്ടറി വന്നില്ലെന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട്. ഈ പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ മാസമാണ്, ഒക്ടോബർ മാസമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിൽ കർണാടക ഭരിക്കുന്നത് BJP അല്ല, അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയം ഗൗരവമായി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു അന്വേഷണത്തിലേക്ക് കടന്നാൽ വലിയ ഭൂമി കുംഭകോണത്തിലേക്കാണ് ഈ വിഷയം പോവുക എന്ന കാര്യം ഉറപ്പാണ്. വെറും 175 കോടിയിൽ മാത്രം ഇത്രയേറെ കോടി രൂപയുടെ വിൽപ്പന നടന്നുവെങ്കിൽ പുറത്തു വരാനിരിക്കുന്നത് വലിയ കൊള്ളയായിരിക്കും. അതിൽ നിർണായകമായ ഒരാളായി കൃഷിഭൂമിയാണ് മറിച്ചു വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മുൻ BJP സർക്കാരും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നടത്തിയ തട്ടിപ്പ് എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റോഷിപ്പ്, ഈ തട്ടിപ്പിന്റെ സ്വഭാവം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിപ്പോൾ BPL കമ്പനി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ അച്ഛൻ്റെതായിരുന്നല്ലോ. പിന്നീട് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അതിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയിൽ എങ്ങനെയാണ് മറിച്ചു വിറ്റത് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പിന്റെ സ്വഭാവം 99-ൽ നടന്നതാണല്ലോ. ഇതുവരെ എന്തുകൊണ്ട് ഒരു പരാതി പോയില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ റോഷിപാൽ. സ്മൃതി, കർണാടകയിലെ അഭിഭാഷകൻ ജഗദീഷ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച കർണാടക മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകിയതാണ്. ആ പരാതിയിൽ നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അടക്കം ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഇത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ്, അത് ദൊബ്ബാസ്പേട്ടിലാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് ഭൂമി കൈമാറിയത്. അന്ന് പാട്ടത്തിന് കൈമാറിയ ഭൂമിയാണ് പിന്നീട് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ മറച്ചു വിറ്റത് എന്ന പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഏതാണ്ട് 3 വർഷം പൂർത്തിയായാൽ ഈ ഭൂമി 3 വർഷത്തിനകം അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കണം എന്നതാണ് ഈ ബോർഡിന്റെ നിയമം. ആ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ 175 ഏക്കർ ഭൂമി വലിയ തുകയ്ക്ക് മറിച്ചുവിറ്റു. അതുവഴി സംസ്ഥാന സർക്കാരിന് വലിയ നഷ്ടമുണ്ടായി. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി എന്നടക്കം പറയുമ്പോൾ അന്ന് ഇതിന് കൂട്ടുനിന്നതായിട്ട് അന്നത്തെ മന്ത്രിയായിരുന്ന ഈ കിടാബിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡുവിലേക്കാണ് ആരോപണങ്ങൾ എത്തുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഈ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണ് ജഗദീഷ് പരാതിയിൽ പറയുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്നു. കാരണം ഈ ഭൂമിയിൽ വ്യവസായ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ വലിയ രീതിയിൽ സർക്കാരിന് വരുമാനമുണ്ടാകും. അതിനൊപ്പം തന്നെ നിശ്ചിത ആളുകൾക്ക് ജോലി നൽകും. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ കർഷകരിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് അത് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കൈമാറുന്നത്. അങ്ങനെ കൈമാറിയ ഭൂമിയാണ് ഇപ്പോൾ കോടികൾ മറിച്ചുവിറ്റത്, കോടികൾ വാങ്ങി മറിച്ചുവിറ്റത് എന്ന ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്.